മോഹൻപിള്ള, താങ്കൾ ഈ കേഡർ സ്വഭാവം എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇതിനകത്ത് ആദ്യം ജേക്കബ് സാറിനോട് ഒരു ഇത് ചെയ്തത്, അതായത് ഈ കേസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോള് ആദ്യം മുതലുള്ളത് ആ നിയമം അതേപോലെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതിന് അതിനകത്ത് വയലേഷൻ വന്നതുകൊണ്ട് സൗകര്യാർത്ഥം അമെൻഡ് ചെയ്ത്, അതായത് നോൺ ട്രേഡിംഗ് ആണെന്ന് പറയുകയും ചിലയിടത്ത് കേരളത്തിനകത്ത് മാത്രമേ നിലകൊള്ളൂ എന്ന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് വേറൊന്ന് കൊടുക്കുകയും കേരളത്തിൽ വേറൊന്ന് കൊടുക്കുകയും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിലുള്ള കേസാണ്. എന്തുകൊണ്ടാണ് അത് ട്രാൻസ്പെറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേസിനെ ഫേസ് ചെയ്യുകയോ ചെയ്യേണ്ടത്. അതിന് ഡേറ്റ് മാറ്റിവെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. പിന്നെ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ മറ്റുള്ളവരും ആ ഒരു ആംഗിളിൽ കുറേ കവർ ചെയ്തു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ നായർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒരു സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആള് ആ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് കാര്യം. മറ്റുള്ളവരെല്ലാം സ്വാഭാവികമായിട്ടും നായർ സർവീസ് സൊസൈറ്റി അല്ലെ NSSനെ പണ്ട് മുതലേ ഉള്ള ഒരു ലിഗസിയെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ ഞാൻ ഒരു 3-4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആദ്യം തുടങ്ങുന്നത് ഒരുപക്ഷെ ജേക്കബ് തോമസ് സാറിനും അറിയായിരിക്കും, ജേക്കബ് ജോർജ് സാറിനും അറിയായിരിക്കും. കാരണം മാതൃഭൂമി, അതായത് ആരോഗ്യമന്ത്രി KP രാമചന്ദ്രൻ നായരായിരുന്നപ്പോൾ അങ്ങേർക്കെതിരായിട്ട്, അതായത് അവിടെ പെരുന്നയിലാണ് ട്രാൻസ്ഫർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ മേഖലയിലെ അലോഹ്യങ്ങോ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നു. മാതൃഭൂമി ലേഖനം വന്നപ്പോൾ മാതൃഭൂമി മൊത്തം ബോയ്ക്കോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് സമസ്ത നായന്മാർക്കും ഒരു ഇഷ്യൂ ഫത്വ ഇഷ്യൂ ചെയ്തു. ഒരു നായർ കുടുംബവും മാതൃഭൂമി മേടിക്കരുത് എന്ന് പറഞ്ഞ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പത്രം എല്ലാവരും നായന്മാരെല്ലാം മേടിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. അതിനകത്ത് 24 ലക്ഷം രൂപ അന്നത്തെ കണക്കാണ്. ആ പൈസ ആവിയായിപ്പോയി. രണ്ടാമത് ചേർത്തല NSS കോളേജിലെ കരിമണൽ വിറ്റ് കാശുണ്ടാക്കി കോടിക്കണക്കിന് കൊള്ള എൻ്റെ സമുദായ നേതാവെന്ന് ഊറ്റം കൊള്ളുന്ന ആള് 8 ലക്ഷം രൂപ ഫൈൻ അടച്ചു. എന്തിന് 8 ലക്ഷം രൂപ മണൽ വാരിയതിന് ഫൈൻ അടയ്ക്കേണ്ടി വന്നു? മൂന്നാമത് സ്വന്തം മകള് 50% മാർക്ക്, എൻ്റെ സീനിയറാണ്, ഇമ്മീഡിയറ്റ് സീനിയറാണ്, 50% മാർക്ക് മേടിച്ചിട്ട് 50% എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 35, 36, 37, 38. പിന്നെ സിസ്റ്റത്തിന്റെ ഒരു ഇതുണ്ടല്ലോ വൈവാവോസി, അതായത് ഇന്റർവ്യൂവിൽ ഏതാണ്ട് 90 അടുത്ത് 89 മേടിച്ചിട്ട് ടോട്ടൽ കൂട്ടുമ്പോൾ 50 എന്നാണ് വന്നിരിക്കുന്നത്. ആ 50 കിട്ടിയ ആൾ UGC നോംസ് അനുസരിച്ചൊരു ഡോക്ടറേറ്റിന് എൻഡേറ്റഡ് ആണോ? കോളേജിൽ അങ്ങനെ എൻഡേറ്റഡ് ആണോ? ഇതിനൊക്കെയുള്ള ഹിസ്റ്ററികൾ പരമാവധി ഉണ്ട്. രണ്ടാമത്, അതായത് സമുദായത്തിന്റെ ബേസിൽ കുടുംബത്തെ വെച്ച് അധപ്പതനത്തിന്റെ ലിസ്റ്റിലോട്ട്, കാര്യം ഒരു നായരാണെന്ന് പറയുന്നതിൽ പോലും ഒരു ഇതാ വരുന്നത്. കാര്യം കള്ളത്തരത്തിന്റെ ഒരു കോട്ടയാണ്. അതായത് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരവസ്ഥ മരുമകന്. എന്നിട്ട് ആ ഒരു രീതിയിൽ അതിൽ നിന്നും അക്കൗണ്ട് മൊത്തം ഷിഫ്റ്റ് ചെയ്യുക ഫെഡറൽ ബാങ്കിലോട്ട്. അതുകൊണ്ട് എന്തു പറ്റി? വളരെയധികം വനിതാ സ്വാശ്രയ സംഘങ്ങളൊക്കെ അവരുടെയൊക്കെ ചിലതൊക്കെ നിന്നുപോയി ഈ ഒരു അവസ്ഥ കാരണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അയ്യപ്പ കോളേജ് നാഗർകോവിൽ, ഈ അയ്യപ്പ കോളേജ് നാഗർകോവിൽ ആവിയായിട്ട് പോകുമായിരുന്നു. എവിടാന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പണ്ടുള്ള മിനിറ്റ്സിലെല്ലാം അയ്യപ്പ കോളേജ് ഉണ്ട്. ഇപ്പോൾ അയ്യപ്പ കോളേജിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ അന്നത്തെ ഡയറക്ടർ ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റിയാണ് അയ്യപ്പ കോളേജിൽ. ഇപ്പൊ അയ്യപ്പ കോളേജില്ല. എവിടെ ഏതെങ്കിലും ഒരു പ്രതിനിധി സഭാ മെമ്പറിനോ ഡയറക്ടർ ബോർഡ് മെമ്പർക്കോ ഇതിനെക്കുറിച്ച് അറിയാമോ? അറിയാമെങ്കിൽ പോലും തിരുവായ്ക്ക് എതിർവയില്ലാതെ തൊഴുതു നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഓച്ചാനിച്ച് നിൽക്കുന്ന ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ഒരു നിരയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിലിപ്പോൾ കാണുന്നത് അയ്യപ്പ കോളേജിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സംഗീത് കുമാറാണ്. അത് ഏത് സംഗീത് കുമാറാണെന്ന് എനിക്ക് ക്ലിയർ അല്ല, സിസ്റ്റത്തിൽ നെറ്റിനകത്ത് അതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആളും കൂടി ഉണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളാണ്. അതായത് ശരിക്കും കൊള്ള നടത്തുകയാണ്. അതായത് ശ്രീജിത്ത് പണിക്കരൊക്കെ നേരത്തെ പറഞ്ഞല്ലോ എന്തെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. 4-5 നഴ്സിംഗ് കോളേജുകൾ എവിടെ ഇപ്പം ഒരെണ്ണം പോലും ഇല്ല. അതായത് എന്തു പറയുന്നു, ബെസ്റ്റ് ഉദാഹരണം പറയാമല്ലോ, TP ശ്രീനിവാസൻ സാർ നേതൃത്വം കൊടുത്തിട്ടുള്ള നായർ NSSന്റെ സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടായിരുന്നു. എവിടെ പോയി? അതും അടച്ചുപൂട്ടി കാപ്പിക്കച്ചവടം തുടങ്ങി. അപ്പം ആഭ്യന്തര തലത്തിൽ ഇപ്പോൾ നിങ്ങളെ പോലെയുള്ളവരുടെ സംഘടന ഈ അകത്ത് നിന്ന് NSSനെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് പക്ഷെ വിജയം കാണുന്നില്ല എന്നതാണല്ലോ. ഈ ആരോപണങ്ങൾ മാത്രമേ ഉന്നയിക്കാൻ കഴിയുന്നുള്ളൂ.
ഇത് ഒരു തുടക്കം മാത്രമാണ്. വിജയം കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലോട്ട് സംഗതി അപ്പോൾ ഈ എത്തുന്നില്ല സുരേഷ് ഗോപി എന്നുള്ളതാണ്. പറയുന്ന ശുദ്ധീകരണം അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഐ ആം ടോട്ടലി നോൺ ആ ഒരു BJP രാഷ്ട്രീയമോ മറ്റുള്ള പാർട്ടിയുടെ രാഷ്ട്രീയമോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. പ്രസന്റ്, അതായത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം, ആ സിസ്റ്റം വളരെ ചീഞ്ഞു നാറുന്ന ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് അതൊന്ന് റിവാമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കരയോഗം മുതൽ തന്നെ ആൾക്കാർ ഇറങ്ങിയേ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ നടക്കുന്ന ഈ അഴിമതി കഥകളൊന്നും കരയോഗങ്ങളിൽ പറയുന്നില്ല. എന്തിന്? ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് പോലും കരയോഗങ്ങളിലോട്ട് അയക്കുന്ന ഒരു സിസ്റ്റം വന്നിട്ടില്ല ഇപ്പോൾ. നേരത്തെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എത്ര ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരാം. അതായത് ചാരിറ്റി എന്ന പേരിൽ 2 കോടി രൂപയോളം അടുത്ത് അവർ ചെലവാക്കുന്നുണ്ട്. എന്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ചാരിറ്റി പ്രോഫിറ്റ് വെച്ചല്ല കൊടുക്കുന്നത്? ജന്മനക്ഷത്ര പിരിവ് കരയോഗങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഈ 2 കോടി രൂപയാണ് 2 കോടി അടുത്ത് വരുന്ന 1 കോടി 80 ലക്ഷത്തോളം, 80 ലക്ഷത്തിൽ അത് അല്പം വേരിയേഷൻ ഉണ്ടാവും. അതാണ് ചാരിറ്റി എന്ന പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ മാറി വരുന്ന ഗവൺമെന്റിനെ ഓശാന പാടിക്കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം, ഇത് കൃത്യമായിട്ട് കമ്പനി ആക്ട് അനുസരിച്ചിട്ട് കമ്പനിയുടെ നിയമങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ലീഡർഷിപ്പ് അവിടെ ഉണ്ടാവുകയില്ല. ശരി, ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രി വീഡിയോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.